എല്ലാ ശാലോം ടിവി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ എയാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. മാർത്തോമ നസ്രാണികൾ അനുഷ്ഠിച്ചു പോയിരുന്ന ഒരു തനതായ കലാരൂപമാണ് മാർഗംകളി. ഇന്നും അതിൻ്റെ തനിമ ഒട്ടും സോരാതെ നമ്മളുടെ ഇടയിലുണ്ട്. മാർത്തോമ ശ്ലീഹയുടെ ജീവിതവും പ്രവർത്തനങ്ങളും 14 പാദങ്ങളടങ്ങുന്ന ഒരു നൃത്തരൂപമാണിത്. ഇതാ ആ നൃത്തരൂപം നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. ആനന്ദം പേരുമാറു മാലാകമാർ
തുതയ തര ആകാശേ നിന്നിങ്ങു ലോകം ചേർന്നു തേ തുതേ തുതയ തയ തേ ആചാര ജാഡര മടക്കും പോലെ തുതയ തര ആകയാൽ കൂടി കബയുന്ന പോൽ തേ തുതേ തുതയ തയ തേ ആരോ ഈരോന് സ്തുതി സ്തുതി ചെയ്തവൻ തുതയ തര ആരോടും ചൊല്ലാതവനിൽ നോക്കി തേ തുതേ തുതയ തയ തേ കീർത്തിച്ചു വഴി പോലറിയിച്ചാരെ തുതയ തര കൃതി മീതെല്ലാവർക്കും വേണമെന്ന് തേ തുതേ തുതയ തയ തേ പെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് തുതയ തര കാക്കൽ വീണുഴതു പിഴയും ചൊല്ലി തേ തുതേ തുതയ തയ തേ മനുഗുണമുഠയവൻ അരുളാൽ മാനവർ മഹിമയോടെത്തിയ ഞഞ്ഞുടനെ രക്തത്തെ മർദ്ദല ഞെറികേടും അതിലൊരു തീരതിൽ മംഗളമായവർ പുകീച്ച് ദിത്യത്തെ കൈക്കൊണ്ടവർ ഒരു ഞൊടിയളവാളാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കി ദിത്യത്തെ കരുണയുടെ ഇതുവഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിത് ഭരിച്ച് ദിത്തിന്നാൽ മുടപല കിന്നരമഴകാൽ നാം തിന്നീങ്കുഴ പകരമേ തിത്തിത്തകതക 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 തിത്തിത്തെ നൽമുടപല കിന്നരമഴകാൽ നാം തിന്നീങ്കുഴൽ പലരമേ തിത്തിത്തകതക 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 തിത്തിത്തെ ഉടുമ്പിൽ നിന്നുയി എടുത്ത ആകാശേ ഉയരവനിരിപ്പിടം പുകേച്ച് ദിത്തി വച്ച് നിറമെന്ന് മക്കളും മനുതര മരള് വഴിക്ക് നടപ്പവരെ തിത്തിത്തകതക 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 തിത്തിത്തെ വച്ച് നിറമെന്ന് മക്കളും മനുതര മരള് വഴിക്ക് നടപ്പവരെ തിത്തിത്തകതക 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 തിത്തിത്തെ തിത്തിത്തകത തെയ്യത്താം തെയ്തേ തകത തിത്തത്താം തിത്തത്താം തെയ്യത്താം തിത്താ 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 തിത്തമ്മത്തേ. ജീവിതം മനോഹരമാണ്, കാരണം ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. സാധ്യതകളുടെ സാഗരമാണ് ഓരോ കുഞ്ഞും. അനന്തശക്തിയായ ദൈവത്തെ കൂട്ടുപിടിച്ച് അനന്ത സാധ്യതകളിലേക്ക് കുതിച്ചുയരാൻ ഓരോ കുഞ്ഞിനെയും പ്രാപ്തനാക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. നമുക്ക് മുമ്പേ കടന്നുപോയ അനേക മഹാന്മാർ സ്വന്തം സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. അന്ധനായ മിൽട്ടൺ മഹാകവിയായി വളർന്നു. അന്ധയും മൂകയും ബധിരയുമായ ഹെലൻ കെല്ലർ മഹാപ്രതിഭയിലേക്ക് ഉയർന്നു. ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. ഓരോ കുഞ്ഞിലും ദൈവം വ്യത്യസ്തമായ കഴിവുകൾ നിക്ഷേപിച്ചിരിക്കുന്നു. ഓരോ കുഞ്ഞിനെയും അറിവുള്ള, ആദർശമുള്ള, ആശ്രയിക്കാവുന്ന, വിശ്വസിക്കാവുന്ന, അന്തസ്സുള്ള, മാന്യതയുള്ള, വികാരങ്ങളെ വിവേകപൂർവ്വം നിയന്ത്രിക്കുന്ന വ്യക്തികളാക്കി മാറ്റാൻ ഈ വിദ്യാലയം പരിശ്രമിക്കുന്നു. നല്ല ചിന്തകൾ നല്ല ആശയങ്ങളിലേക്കും, നല്ല ആശയങ്ങൾ നല്ല തീരുമാനങ്ങളിലേക്കും, നല്ല തീരുമാനങ്ങൾ നല്ല പ്രവൃത്തിയിലേക്കും മനുഷ്യനെ നയിക്കും. എത്ര കഴിവുണ്ട് എന്നതിലല്ല, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് ജീവിത വിജയം. ആത്മീകവും മാനസികവും ഭൗതികവുമായ വിജയത്തിലേക്കുള്ള വഴികൾ ഈ വിദ്യാലയം ഓരോ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സംരക്ഷണയും ധന്യനായ മാർത്തോമാസ് കുര്യാളശ്ശേരിയുടെ വാത്സല്യവും അനുഭവിച്ച് ഈ വിദ്യാലയത്തെ നസ്രസിലെ പാഠശാലയാക്കി മാറ്റുന്നു. ഈ വിദ്യാലയത്തെ അനുഗ്രഹമായി ഉയർത്തുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതി, മഹത്വം. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യ ആരാധന സഭയുടെ അധികാരികൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പാപത്തിൻ്റെ കനി ഭക്ഷിച്ച് പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ സ്വർഗത്തോളം ഉയർത്താനായി രക്ഷാകര സംഭവങ്ങളിലൂടെ ഒരു സ്നേഹഗാഥ ഇതാ ഒരു നൃത്തരൂപത്തിലൂടെ നിങ്ങൾക്ക് മുൻപിൽ.
സച്ചിദാനന്ദരൂപ നമോസ്തുതേ തമസിൻ കൃതാന്ത കരുണി പ്രകാശ പ്രഭോ ആദിയില്ലാതാവിനെ മെനഞ്ഞെടുത്തീശ്വരൻ കർത്തനിൻ ഛായയിൽ കനിവാർന്നേവം
ഉദിച്ച താരകത്തെ നോക്കി രാജാക്കൾ 3 പേരും എത്തി പുൽത്തൊഴുത്തിൽ. തന്നാനേ താന താന തന്നാനേ, തന്നാനേ താന താന തന്നാനേ, തന്നാന താന താന തന്നാനേ, തന്നാന താന താന തന്നാനേ. ഇടയമ്മ വന്നെത്തി ഇടയ നൃത്തം. സവിനയം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താരകരാജ്യത്തെ രാജാവേ നീ നീണാൾ വാഴുക. അടിയങ്ങൾക്ക് ഇനി തമ്പ്രാനെന്നും നീയല്ലോ. മേലെ കുന്നിൻ മേലെ രാജാവായവനെത്തുന്നേ. ഓശാന പാടുന്നു ഓശാന തെരുവിലിതാ. ഒലിവിലകിൽ താളം തുള്ളി ജനമൊന്നായി കൈകൾ വീശി വഴി നീളെ തുണി വിരിച്ചു വന്നു വാഴ്ക ദൈവപുത്ര. 30 വെള്ളിക്കാശിനൊറ്റിയുത ഗത്സമൻ തോട്ടത്തിൽ ചുംബനമേകി. മറന്നു അവനും ദൈവസത്യം, മറന്നു മാനവധർമ്മം, മറഞ്ഞു സത്യം. ഇന്നും മനുഷ്യബന്ധങ്ങൾ തമ്മിൽ അംഗം വെട്ടുന്നു. സ്വന്തം സോദരൻ തമ്മിൽ തമ്മിൽ വെട്ടിനുറുക്കുന്നു. മിത്രങ്ങൾ അകലുന്നു, ശത്രുക്കൾ പെരുകുന്നു. ഗുരുവെ കൊല്ലുന്നു, ലോകമാകെ കരയുന്നു. ഗാഗുൽത്താമലയിൽ യേശുവെ തൂക്കിലേറ്റുന്നു. അത് ഭൂകമ്പമാ ഉരുൾപൊട്ടലായി കൊടുങ്കാറ്റായി പ്രളയമായി മാറുന്നു. കാത്തിരൂത്ത മനുഷ്യ ഇത് ദൈവം തരുന്നൊരു താക്കീത്. സത്യമേവ ജയതേ, ധർമ്മമേവ ജയതേ, ക്രിസ്തുദേവ ജയതേ. പരിശുദ്ധൻ 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 ദൈവമായ കർത്താവ് പരിശുദ്ധൻ എന്ന് സ്വർഗത്തിൽ പാടി സ്തുതിക്കുന്ന മാലാഖമാരെ പോലെ ഭൂമിയിലും ത്രിത്വേക ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം ഈ കൊച്ചുമിടുക്കൻ്റെ ഗാനത്തിലൂടെ. അങ്ങേപ്പോലെ ആയിത്തീരാൻ അങ്ങേ മാത്രം സ്നേഹിച്ചിടാൻ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ യേശുവേ എൻ പ്രാണനാഥ ജീവൻ തന്ന സ്നേഹനാഥ എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ
മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യും നിൻ പാതയിൽ. യേശുവേ എൻ പ്രാണനാഥ, ജീവൻ തന്ന സ്നേഹനാഥ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ. സോളമൻ കർത്താവിനോട് അപേക്ഷിച്ചു, ആകയാൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ തക്ക വിജ്ഞാനം എന്നിൽ നിറച്ചാലും. ജ്ഞാനത്താൽ നിറഞ്ഞ സോളമൻ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഇത് പ്രകടമാക്കി. ഇതാ ഒരു സംഭവം. മാനസരസിനെ നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾ രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണ്ട് പണ്ട് രാജ്യം ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ്. വിശുദ്ധ ബൈബിളിലും രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാവൂൾ രാജാവ്, ദാവീദ് രാജാവ്, സോളമൻ രാജാവ് എന്നിങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മഹാജ്ഞാനിയായ സോളമൻ രാജാവ്. തൻ്റെ പിതാവായ ദാവീദ് രാജാവിൽ നിന്നും ഭരണം ഏറ്റെടുക്കുമ്പോൾ സോളമൻ രാജാവ് വളരെ പ്രായം കുറവും ഭരണകാര്യങ്ങളിൽ അറിവുമില്ലായിരുന്നു. സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ എന്നെ സഹായിക്കണമേ. ഒരു രാത്രിയിൽ സോളമൻ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ദൈവം രാജാവിനോട് ചോദിച്ചു, മകനെ നിനക്ക് എന്തു നൽകണം? പ്രിയ കൂട്ടുകാരെ, സോളമൻ രാജാവ് എന്താ ദൈവത്തോട് ചോദിച്ചതെന്നറിയാമോ? കൂടുതൽ പണം, സമ്പത്ത്, നല്ല ആരോഗ്യം. അല്ലല്ല, ഇതൊന്നുമല്ല. ഇതിലും വിലപ്പെട്ടൊന്നാണ്. തൻ്റെ പ്രജകളെ ഭരിക്കാനുള്ള വിവേകവും ജ്ഞാനവും ആവശ്യപ്പെട്ടു. ദൈവത്തിന് സന്തോഷമായി. ദൈവം രാജാവിനോട് പറഞ്ഞു, ഒരു പക്ഷേ നിനക്ക് വേണമെങ്കിൽ കൂടുതൽ ജീവിതം, സമ്പത്ത് ഇതൊക്കെ ആവശ്യപ്പെടുമായിരുന്നു. പക്ഷേ നീ വിവേകവും ജ്ഞാനവും ആവശ്യപ്പെട്ടവന്നാൽ ഞാൻ നിന്നെ ജ്ഞാനികളിൽ ജ്ഞാനിയാക്കും. കൂടാതെ കൂടുതൽ പണം, സമ്പത്ത് ഇതൊക്കെ നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് രണ്ടമ്മമാർ ഒരു കുഞ്ഞുമായി രാജാവിൻ്റെ അടുക്കിലേക്ക് എത്തി. ആദ്യത്തെ അമ്മ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കുഞ്ഞ് ജനിച്ചു. പിറ്റേ ദിവസം അവളുടെ കുഞ്ഞ് മരിച്ചു. മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുക്കൽ കടത്തി ജീവനുള്ള കുഞ്ഞിനെ അവളും എടുത്തു. എന്നിട്ട് അവൾ പറയുന്നു, ജീവനുള്ള കുഞ്ഞ് അവളുടേതും മരിച്ച കുഞ്ഞ് എൻ്റേതുമാണ്. ഇത് കേട്ട് രണ്ടാമത്തെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇല്ല രാജാവേ, ഇല്ല, ജീവനുള്ള കുഞ്ഞ് എൻ്റേതും മരിച്ച കുഞ്ഞ് അവളുടേതുമാണ്. ഇത് കേട്ട് രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറയേണ്ടത് ജീവനുള്ള കുഞ്ഞ് എൻ്റേതും മരിച്ച കുഞ്ഞ് അവളുടേതുമാണ്. രാജാവ് നിമിഷം ചിന്തിച്ചു, എന്താണ് പോംവരി? രാജാവ് അടുത്ത് നിൽക്കുന്ന ഭടനോട് പറഞ്ഞു, പോയാ വാൾ കൊണ്ടുവരിക. പ്രിയ കൂട്ടുകാരെ, സോളമൻ രാജാവ് ആ വാൾ ഉപയോഗിച്ച് എന്താ ചെയ്തതെന്നറിയാമോ? രാജാവ് ഭടനോട് പറഞ്ഞു, ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി മുറിച്ച് രണ്ടമ്മമാർക്കും കൊടുക്കുക. ഇത് കേട്ട് ജീവനുള്ള കുഞ്ഞിനെ അമ്മ പറഞ്ഞു, അരുത് രാജാവേ, അരുത്, കുഞ്ഞിനെ കൊല്ലരുത്. കുഞ്ഞിനെ ഇവൾക്ക് കൊടുക്കുക. കുഞ്ഞ് ചിരിച്ചിരിക്കുന്നതേലും എനിക്ക് കാണാമല്ലോ. ഇത് കേട്ട് രണ്ടാമത്തെ അമ്മ പറയുന്നു, രാജാവേ, അങ്ങയുടെ തീരുമാനം ശരിയാണ്. കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരുക. വാളെടുത്ത് മാറ്റുക. രാജാവ് ആജ്ഞാപിച്ചു. ജീവനുള്ള കുഞ്ഞിനെ അതിൻ്റെ യഥാർത്ഥ അമ്മയ്ക്ക് കൊടുത്തു. കൊല്ലാൻ പറഞ്ഞമ്മയെ തുറങ്കിൽ അടയ്ക്കാനും കൽപ്പിച്ചു. പ്രിയ കൂട്ടുകാരെ, സോളമൻ രാജാവ് ദൈവത്തോട് വിവേകത്തിനും ജ്ഞാനത്തിനും ആവശ്യപ്പെട്ടു. ദൈവം അത് നൽകി. അതേപോലെ കുഞ്ഞുങ്ങളായ നമുക്കും ബുദ്ധിക്കും ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി അപേക്ഷിക്കാം. ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. നന്ദി കൂട്ടുകാരെ. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.